ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് ഡേ ഔട്ട് വിത്ത് കസിൻസാണ്. ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിമാരുടെ കൂടെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഫസ്റ്റ് നമ്മളൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടാണ്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ചേച്ചി അടുത്ത ഡ്രസ്സ് സെലക്ഷനാണ്. ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു, അത് ഇട്ട് നോക്കി. അങ്ങനെ അത് ഇഷ്ടപ്പെട്ട് മേടിച്ച് നമ്മൾ നേരെ അതേ റൂമിൽ വന്നിട്ട് നമ്മൾ നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീണ്ടും പുറത്തോട്ട് ഇറങ്ങി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്ന നടപ്പുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് വിശക്കുന്ന പിന്നെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ തപ്പി ഇറങ്ങി ചെന്ന് നല്ല അടിപൊളി ഫുഡ് കിട്ടിയിട്ട് നമ്മളിവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിലാണ് പോയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കാണാൻ പോകുന്നത് ചെസ് നമ്പർ 1 ഫുഡ് കഴിക്കുന്നതാണ്. നല്ല ഫുഡായിരുന്നു എന്തായാലും. അതുകൊണ്ട് നമുക്ക് 3 പേർക്ക് ഇഷ്ടപ്പെട്ടു, ആസ്വദിച്ച് കഴിച്ചിട്ട് അടുത്ത ചെസ് നമ്പർ 2. ഇനി അടുത്തതാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ചെസ് നമ്പർ 3. ചെസ് നമ്പർ 3 പയ്യെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, വീഡിയോ എടുക്കുമെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നെ അതാ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിയും കളിയൊക്കെ ആയി. നമ്മൾ ദുബായ് ഫ്രെയിം കാണാൻ വേണ്ടിയിട്ട് പോകാമെന്നും പറഞ്ഞിരുന്നേ, പക്ഷേ ഹോസ്പിറ്റലിൽ പോകേണ്ടതുകൊണ്ട് നമ്മളത് മാറ്റി വെച്ചേട്ടാ. അങ്ങനെ നമ്മൾ ആദ്യമേ പോയ ഹോസ്പിറ്റലിൽ ചെന്ന് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ രണ്ടാമത് വേറെ ഹോസ്പിറ്റലിൽ വന്നു. അടുത്ത പോസ്റ്റ് അടിച്ച് നിൽക്കേണ്ടെന്ന് ഓർത്ത് പിന്നെ കുറച്ച് റീലും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു അവിടെ നിന്ന്. അത് കഴിഞ്ഞ് ചേച്ചി യാത്രയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ചേച്ചിക്ക് ടൈമായി തിരിച്ചു പോകാനുള്ള. അങ്ങനെ ചേച്ചീനെ നേരെ മെട്രോ കൊണ്ടുപോയി. നമ്മൾ മെട്രോയിൽ ഇരുന്നും കുറേ കഥകളൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടാണ്. ഒരു ചേട്ടൻ പുറകിൽ നിന്ന് ഭയങ്കര പോസിങ്. അങ്ങനെ കഥകളെല്ലാം പറഞ്ഞ് നമ്മളിത് മെട്രോ സ്റ്റേഷൻ എത്തിയപ്പോൾ വീണ്ടും അവിടെ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ആ വീഡിയോയുടെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ചേർത്ത ചേച്ചിയോട് ഇനി യാത്ര പറയുകയാണ്. അങ്ങനെ നമ്മൾ 2-3 പേരും കൂടെ ഒരുമിച്ച് നിന്ന് വീണ്ടും ഒരു വീഡിയോ എടുത്തു, യാത്രയൊക്കെ പറഞ്ഞു. ഒരാൾ മാസ്ക് വെച്ച് ഉപ്പ് കൊടുക്കുന്നുണ്ടോ. ഇനി നമുക്കടുത്ത് കൂടെയുള്ള വേറെ ചേച്ചിക്ക് നമ്മളിതാ ഒരു ബിരിയാണി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്ക് സർപ്രൈസ് ആയിട്ട് അത് കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ദുബായ് ഫ്രം കാണാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ ബിരിയാണിയെ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ചേച്ചീനെയും പോയി യാത്രയാക്കി തിരിച്ച് ഇനിയിപ്പോൾ റൂമിലോട്ട് പോകാനുള്ള ഇതിനകത്താണ് കേട്ടോ. പിന്നെ റൂമിലോട്ട് വരുന്ന വഴിക്ക് ഞാൻ പിന്നെ ദുബായ് ഫ്രെയിം ദൂരത്തു നിന്നായിട്ടും കണ്ടിട്ടോ. ഓക്കെ, ബൈ.